ഹായ്. അപ്പോൾ നമുക്കിന്നൊരു ചെറിയ പർച്ചേസിങ് ഉണ്ട് കേട്ടോ. കുറച്ച് റണ്ണിങ് മെറ്റീരിയലുകളാണ്. അത് ഒരു ഫാമിലി കോംബോ ഡ്രസ്സുകളാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കൾക്കുമുള്ള ഒരു ഫാമിലി കോംബോ. ആ മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടാകുമെന്ന് ഡൗട്ടാണ്. എങ്കിലും നമ്മളൊന്ന് പോയി നോക്കാമല്ലോ. ഇല്ലെങ്കിൽ പിന്നെ ബത്തേരി വരെ ഞാൻ അതിനായിട്ട് പോകണം. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ഷെയറും കൂടി ചെയ്യണേ. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഡിസൈനും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ മോൾക്ക് പോയിക്കുന്നു തോന്നുന്നുണ്ട്, ഒരു ഓട്ടോ. അത് തിരിച്ചു വന്ന് കിട്ടുകയാണെങ്കിൽ അതിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പോയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് വെറുതെ ആയിരിക്കും. അതുവരെ ഞാൻ പോയിട്ട് പിന്നെ ഇനി നാളെയും ബത്തേരിക്കും പോകണം. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ നമ്മൾ ഒരു തരുന്ന മോഡലിലും ഇതിലൊക്കെ ഉള്ള മെറ്റീരിയലും വേണം, അതേ കളറ് വേണം, എല്ലാതും നോക്കേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ, നമുക്ക് പോയിട്ട് വരാം കേട്ടോ. പിന്നെ ഗൈസ്, നമുക്കൊരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. പെട്ടെന്ന് വന്നൊരു കേക്ക് ആയതുകൊണ്ട് അധികം വർക്കൊന്നും ചെയ്യാത്തൊരു കേക്കാണ്. അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണാം. നമ്മൾക്ക് പെട്ടെന്ന് വന്നൊരു ഓർഡറാണ് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അങ്ങനെ നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 കടകളിൽ കയറി ഇറങ്ങേണ്ടി വന്നു കിട്ടാൻ. ഓരോ കടകളിൽ നിന്നും ഓരോന്നായിട്ട് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ അധികം അങ്ങനെ മെറ്റീരിയൽസൊന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. ഇല്ലെങ്കിൽ ഞാൻ ബത്തേരിയൊക്കെ പോകലാണ്. അപ്പം ഇന്നിപ്പം എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് മെറ്റീരിയൽസ്, ഞാൻ വിചാരിച്ചത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മളൊരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ ആർക്കൊക്കെ മുട്ട ബിസ്ക്കറ്റ് ഇഷ്ടമാണ്? പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നൊരു മുട്ട ബിസ്ക്കറ്റാണിത്. ഇപ്പോഴും ഉണ്ടാകുമായിരിക്കും ബേക്കറികളിലൊക്കെ, ഒരു മഞ്ഞ കളറിലായിട്ട്. ഇഷ്ടമുള്ളവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ചെയ്തും കൂടെ ഒന്ന് നോക്കിയുണ്ട് കേട്ടോ അത്. അപ്പോൾ നമുക്കതൊന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മളിന്നൊരു ചെറിയ പരീക്ഷണത്തിലാണ് കേട്ടോ. പരീക്ഷണം എന്ന് പറഞ്ഞാൽ മുട്ട ബിസ്ക്കറ്റ് നമ്മൾ ഈ ബേക്കറികളിലൊക്കെ ചില്ലുകൂട്ടുകളിൽ കണ്ടിട്ടില്ലേ, ചില്ല് ഭരണികളിൽ ബിസ്ക്കറ്റ്, ഒരു ചെറിയ കോയിനായിട്ട് ഉള്ള മഞ്ഞ ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലും ഇതിലൊക്കെ. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വലിയ പണിയൊന്നുമുള്ള കാര്യമല്ല. ഒന്ന് നമ്മളെ ഒരേ ഒരു മുട്ട, അതിൽ കുറച്ച് വാനില എസൻസ് ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ. ബീറ്ററോ ഇതൊന്നും ഓവണോ ഒന്നും വേണ്ട അതിന്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചിട്ട് ഷുഗർ പൗഡർ, ഒരു 1/4 കപ്പ് ഷുഗറും അതിന് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മൈദ, ഒരു 1/2 കപ്പ് മൈദ, അതുപോലെ ഒരു പൈനാപ്പിൾ എസൻസ് കുറച്ചും. ഇന്ന് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. 1-2 സാധനങ്ങളും കൂടി ഇതിലുണ്ട്, ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ അതും കൂടെ വിട്ടുപോയി. ഒരു നുള്ളു ഉപ്പും, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, സോഡയല്ല കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇനി കാണിക്കാം കേട്ടോ. ഞാനൊരു പൈപ്പിംഗ് ബാഗ് കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗ് വേണമെന്നൊന്നുമില്ല. അതില്ലാത്തവർ വല്ല ഒരു പാൽ കവറോ അല്ലെങ്കിൽ ഒരു കവർ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്താലും മതി. ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് കേട്ടോ. ലൂസല്ല, ഇതിൻ്റെ തിക്കാണ്. അല്ലെങ്കിൽ അതാകെ നമ്മളിതിൽ ഒഴിക്കുമ്പോൾ ഒന്നാകെ പരന്നു പോവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇത് കണ്ടോ, ഞാൻ ഈ ദോശക്കല്ലിലാണ് കേട്ടോ ചെയ്യണത്. കണ്ടോ, ഞാൻ പഴയ ഒരു ദോശക്കല്ല് ആദ്യം വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഈ ദോശക്കല്ലിൽ ചെയ്തിട്ട് അതിലേക്ക് വെക്കുകയാണ്. ഇത് കണ്ടോ, ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഇത് ചെയ്തിട്ടാണ് കേട്ടോ. പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു കവറിൽ ചെയ്താൽ മതി ഇതുപോലെ.
ഇത് കണ്ടോ, ഞാൻ ഇതിലൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ കളറിന് വേണ്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെന്നൊന്നുമില്ല, ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ വേണമെങ്കിൽ ചേർത്താൽ മതി. ആ കളറിന് നമുക്ക് ആ മുട്ട ബിസ്ക്കറ്റിൻ്റെ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിലും ടേസ്റ്റിനൊന്നും ഡിഫറെൻ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ആ ദോശക്കല്ലിൻ്റെ മുകളിലേക്ക് ഈ ദോശക്കല്ലങ്ങ് കയറ്റി വെച്ചൊക്കെയാണ് കേട്ടോ. ഇനി ഇത് വെന്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വേണ്ടി വരുമായിരിക്കും, നോക്കാം. അങ്ങനെ നമ്മളെ ബേക്കറികളിലൊക്കെ ചില്ലുഭരണിയിലുണ്ടായിരുന്ന മുട്ട ബിസ്ക്കറ്റ് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് റെഡിയായി കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓവണോ ബീറ്ററോ ഒന്നും വേണ്ട, ഒരു വിസ്കും ഫ്രൈ പാനും മതി. അപ്പോൾ ശരി, ഓക്കേ.